അടുത്ത് പഠിക്കുന്ന ഏതിനെ പറ്റിയാണ്? മസിൽസിനെ പറ്റിയാണ്. അടുത്ത് പഠിക്കുന്നത് മസിൽസിനെ പറ്റി. മസിൽസ് അല്ലെങ്കിൽ മസ്കുലാർ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മസിൽസ് ഓർ മസ്കുലാർ സിസ്റ്റം. മസിൽസും മസ്കുലാർ സിസ്റ്റവും കൂടെയാണ് പഠിക്കുന്നത്. സ്റ്റഡി ഓഫ് മസിൽസ്. മസിലിനെ പറ്റിയുള്ള സ്റ്റഡി. മസിലിനെ പറ്റിയുള്ള സ്റ്റഡി എന്താ പറയുക? മയോളജി. മസിലിനെ പറ്റിയുള്ള സ്റ്റഡിക്ക് പറയുന്ന പേരെന്താണ്? മയോളജി എന്നാണ്. സ്റ്റഡി ഓഫ് മസിൽ ഏതാണ്? മയോളജി. അപ്പൊ മസിലിനെ പറ്റിയുള്ള സ്റ്റഡിക്ക് പറയുന്ന പേര് മയോളജിയാണ്. ഹ്യൂമൻ ബോഡിയിൽ 639 മസിലുണ്ട്. എത്ര മസിലുണ്ട്? 639 മസിൽ. അപ്പൊ ഓർക്കാൻ പാടാണെങ്കിലേ ഈ 6 + 3 എത്രയാണ്? 9 അല്ലേ? അങ്ങനെ ഓർത്താലും മതി. അപ്പൊ 6 + 3 9 ആണ്. 639 മസിലാണ് ഏതാ? ഹ്യൂമൻ ബോഡിയിലുള്ളത്. അപ്പൊ സ്റ്റഡി ഓഫ് മസിൽ ഏതാണ്? മയോളജിയാണ്. 639 മസിലാണ് ആകെപ്പാടെ മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ഇനി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ. മസിലിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് പറയുന്ന പേരാണ് സാർകോമിയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ ഏതാണ്? സാർകോമിയർ. അപ്പൊ സ്റ്റഡി ഓഫ് മസിൽ മയോളജി. എത്ര മസിലുണ്ട്? 639 മസിലുണ്ട്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എത്രയാണ്? ഏതാണ്? സാർകോമിയർ ആണ്. ഇനി പിഗ്മെന്റ് പ്രസന്റ് ഇൻ മസിൽ. പിഗ്മെന്റ് പ്രസന്റ് ഇൻ മസിൽ. മസിലിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് മയോഗ്ലോബിൻ. മസിലിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതാണ്? മയോഗ്ലോബിൻ. ഇമ്പോർട്ടന്റ് ആണ്. മസിലിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതാണ്? മയോഗ്ലോബിൻ. ഇത് 4 ക്വസ്റ്റിനും PSC ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. സ്റ്റഡി ഓഫ് മസിൽ മയോളജിയാണ്. എത്ര മസിൽസ് ഉണ്ട്? 639 മസിലുണ്ട്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ ഏതാണ്? സാർകോമിയർ. എന്താണ് പേര്? സാർകോമിയർ എന്നാണ്. പിഗ്മെന്റ് പ്രസന്റ് ഇൻ മസിലാണ് മയോഗ്ലോബിൻ. അപ്പോൾ മയോഗ്ലോബിൻ ആണ് മസിലിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മസിലിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ. പ്രോട്ടീൻ പ്രസന്റ് ഇൻ മസിൽ. മസിലിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് ആക്റ്റിനും മയോസിൻ. ആക്റ്റിനും മയോസിനും എവിടെ കാണുന്ന പ്രോട്ടീൻസ് ആണ്? മസിലിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ആക്റ്റിനും മയോസിൻ. നമ്മുടെ ഈ മയോഗ്ലോബിൻ എന്താ പറഞ്ഞത്? പിഗ്മെന്റ് പ്രസന്റ് ഇൻ മസിൽ അല്ലേ? ഈ മയോഗ്ലോബിനിൽ കാണപ്പെടുന്ന എലമെന്റ് പ്രസന്റ് ഇൻ മയോഗ്ലോബിൻ. മയോഗ്ലോബിനിൽ കാണപ്പെടുന്ന എലമെന്റ് ഏതാണ്? എലമെന്റ് പ്രസന്റ് ഇൻ മയോഗ്ലോബിൻ ആണ് അയൺ. അയൺ ആണ് മയോഗ്ലോബിൻ. Fe എന്ന് വെച്ചാൽ അയൺ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് Fe അയൺ എഴുതിക്കോ, അയൺ. അപ്പോൾ മയോഗ്ലോബിനിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതാണ്? അയൺ. അപ്പം നമ്മുടെ മസിലിന് കളർ കൊടുക്കുന്നത് പിഗ്മെന്റ് ആണ്, മയോഗ്ലോബിൻ ആണ്. അതുപോലെ നമ്മുടെ ബ്ലഡിന് കളർ കൊടുക്കുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? അയൺ ആണ്. മസിലിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? മസിലിലെ പിഗ്മെന്റായ മയോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ളത് അയൺ ആണ്. അപ്പൊ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള മെറ്റലും മയോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള മെറ്റലും ഏതാണ്? അയൺ ആണ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ലാർജസ്റ്റ് മസിൽ. മനുഷ്യ ശരീരത്തിലെ ലാർജസ്റ്റ് മസിലാണ് ഗ്ലൂട്ടസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ലാർജസ്റ്റ് മസിൽ ഏതാണ്? ഗ്ലൂട്ടസ് മാക്സിമസ് ആണ്. സ്മോളസ്റ്റ് മസിലാണ് സ്റ്റേപ്പിഡിയസ്. ഇപ്പം ലാർജസ്റ്റ് മസിൽ ഏതാണ്? ഗ്ലൂട്ടസ് മാക്സിമസ്. സ്മോളസ്റ്റ് മസിൽ ഏതാണ്? സ്റ്റേപ്പിഡിയസ് ആണ്. ലോങ്ങസ്റ്റ് മസിൽ നീളം കൂടിയ മസിൽ എന്ന് പറയുന്നത് സാർട്ടോറിയസ് ആണ് ലോങ്ങസ്റ്റ് മസിൽ. അപ്പൊ ലാർജസ്റ്റ് മസിൽ ഗ്ലൂട്ടസ് മാക്സിമസ്, സ്മോളസ്റ്റ് മസിൽ സ്റ്റേപ്പിഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയിൽ കാണുന്ന മസിലാണ് സ്റ്റേപ്പിഡിയസ്. ലോങ്ങസ്റ്റ് മസിലാണ് സാർട്ടോറിയസ്. അടുത്ത് ഹാർഡസ്റ്റ് മസിലാണ് മസറ്റർ ആണ് ഹാർഡസ്റ്റ് മസിൽ. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ലാർജസ്റ്റ് മസിൽ ഗ്ലൂട്ടസ് മാക്സിമസ് ആണ്. സ്മോളസ്റ്റ് ആണെങ്കിലോ സ്റ്റേപ്പിഡിയസ്. ലോങ്ങസ്റ്റ് മസിൽ സാർട്ടോറിയസ് ആണ്. ഹാർഡസ്റ്റ് മസിലാണ് മസറ്റർ. അപ്പൊ സ്റ്റഡി ഓഫ് മസിലിനെ പറയുന്ന പേരെന്താണ്? മയോളജി. എത്ര? 639 മസിലുണ്ട് ഹ്യൂമൻ ബോഡിയിൽ. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സാർകോമിയർ എന്ന് പറയുന്നത്. പിഗ്മെന്റ് പ്രസന്റ് ഇൻ മസിലാണ് മയോഗ്ലോബിൻ. മസിലിൽ കാണപ്പെടുന്ന 2 പ്രോട്ടീൻ ആണ് ആക്റ്റിനും മയോസിനും. എലമെന്റ് പ്രസന്റ് ഇൻ മയോഗ്ലോബിൻ ആണ് അയൺ ആണ് എലമെന്റ് പ്രസന്റ് ഇൻ മയോഗ്ലോബിൻ. നമ്മുടെ ബ്ലഡിന് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന മെറ്റലും അയൺ ആണ്. ലാർജസ്റ്റ് മസിലാണ് ഗ്ലൂട്ടസ് മാക്സിമസ്. സ്മോളസ്റ്റ് മസിൽ സ്റ്റെപ്പിഡിയസ്. ലോങ്ങസ്റ്റ് മസിൽ സാർട്ടോറിയസ്. ഹാർഡസ്റ്റ് മസിൽ ഏതാണ്? മസറ്റർ. ആണ്. ഇനി അടുത്ത് പറയുന്നത്
എത്ര ടൈപ്പ് മസിലുണ്ട്? 3 ടൈപ്പ് മസിലാണ് ഉള്ളത്. ഒന്ന് സ്കെൽട്ടൺ മസിൽ, സ്മൂത്ത് മസിൽ, സ്കെൽട്ടൺ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. സ്കെൽട്ടൺ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. 3 ടൈപ്പ് മസിലാണുള്ളത്. സ്കെൽട്ടൺ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. ഈ സ്കെൽട്ടൺ മസിൽ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ടു ബോൺസ്, ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന മസിലിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്കെൽട്ടൺ മസിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ബൈസെപ്സ്, കയ്യിൽ കാണപ്പെടുന്നത് ബൈസെപ്സും ട്രൈസെപ്സും. അപ്പോൾ സ്കെൽട്ടൺ മസിലിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെയാ? ട്രൈസെപ്സ്, ബൈസെപ്സ്. ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന മസിൽസ് ആണ് ഏതാ? സ്കെൽട്ടൺ മസിൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുമ്പോൾ ഈ മസിൽസിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും വൈറ്റും ബാൻഡ്സ് കാണാം. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും വൈറ്റും ബാൻഡുള്ള മസിൽ നമ്മൾ പറയുന്നത് സ്ട്രയേറ്റഡ് മസിൽ എന്നാണ്. സ്ട്രയേറ്റഡ് മസിൽ എന്നാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബ്ലാക്കും വൈറ്റും കാണപ്പെടുന്ന ബാൻഡ്സ് ഉള്ള മസിൽ നമ്മൾ പറയുന്നത് സ്ട്രയേറ്റഡ് മസിലാണ്. പിന്നെ ഈ സ്കെൽട്ടൺ മസിൽ നമുക്ക് നോക്കിയാൽ നമുക്കിത് വോളണ്ടറി ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള മസിലിന്റെ ഒരു പേര് പറയും വോളണ്ടറി മസിൽ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാനെങ്കിൽ വോളണ്ടറി മസിലാണ്. സ്ട്രയേറ്റഡ്, അപ്പോൾ സ്ട്രയേറ്റഡ് ആണ് ഏതാ? സ്കെൽട്ടൺ മസിൽ. അടുത്ത സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റിലും ശരീരത്തിന്റെ സ്മൂത്ത് പാർട്ടായ ഇൻഡസ്റ്റിനിൽ കാണപ്പെടുന്നത്, ബ്ലഡ് വെസൽസിൽ കാണപ്പെടുന്നത്. അപ്പോൾ ശരീരത്തിന്റെ സ്മൂത്ത് ബോഡി പാർട്സ് ആയ ഏതൊക്കെയാണ്? ഇൻഡസ്റ്റിൻ, ബ്ലഡ് വെസൽ, അവിടെയൊക്കെ കാണപ്പെടുന്ന മസിലാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ഇനി ഈ മസിലില് നമ്മുടെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഡാർക്ക് ബാൻഡ്സും വൈറ്റ് ബാൻഡ്സും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് പേര് അൺസ്ട്രയേറ്റഡ് മസിൽ. ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ബാൻഡും വൈറ്റ് ബാൻഡും ഒന്നും ഇല്ല. അതുകൊണ്ട് പറയുന്ന പേരെന്താണ്? അൺസ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയും. ഈ ഇവിടുത്തെ മസിൽ, ഇൻഡസ്ട്രിയിലെ മസിലൊക്കെ നമ്മുടെ ബില്ലിനനുസരിച്ച് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നതാണോ? ഇൻഡസ്ട്രിയിലെ മസിലും ബ്ലഡ് വെസലും ഒക്കെ നമുക്ക് കുറച്ചു നേരം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണോ? ഇല്ല. അപ്പൊ അത് ഇൻവോളണ്ടറി ആണ്. ഏതാണ്? ഇൻവോളണ്ടറി. ഇപ്പൊ സ്ട്രയേറ്റഡ് മസിൽ ഏതാണ്? സ്കെൽട്ടൺ മസിലാണ് സ്ട്രയേറ്റഡ് മസിൽ. അൺസ്ട്രയേറ്റഡ് ആണ് സ്മൂത്ത് മസിൽ. അടുത്ത കാർഡിയാക് മസിൽ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഹാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മസിലാണ് കാർഡിയാക് മസിൽ. ഈ കാർഡിയാക് മസിൽ നോക്കുമ്പോഴും ഇതിലും എന്തുണ്ട്? ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ബാൻഡ്സും വൈറ്റ് ബാൻഡ്സും ഉണ്ട്. അതുകൊണ്ട് ഇതിന് എന്ത് പറയും? സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയും. ഹാർട്ട് ബീറ്റ് ഒക്കെ നമ്മുടെ വോളണ്ടറി ആണോ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്? ഇൻവോളണ്ടറി ആണ്. ഹാർട്ട് മസിൽ ഏതാണ്? ഇൻവോളണ്ടറി ആണ്. ഇനി ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇൻവോളണ്ടറി അൺസ്ട്രയേറ്റഡ് മസിൽ ഏതാണെന്ന് ചോദിക്കും. ഇൻവോളണ്ടറി അൺസ്ട്രയേറ്റഡ് മസിൽ. അപ്പോൾ ഇൻവോളണ്ടറി അൺസ്ട്രയേറ്റഡ് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ സ്മൂത്ത് മസിലാണ്. നോക്കുമ്പോൾ അത് ഇൻവോളണ്ടറി ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റൂല. പക്ഷെ അൺസ്ട്രയേറ്റഡ് അല്ലേ? ബാൻഡ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇൻവോളണ്ടറി അൺസ്ട്രയേറ്റഡ് മസിൽ ഏതാണ്? സ്മൂത്ത് മസിലാണ്. അടുത്ത് ചോദിക്കാം, ഇൻവോളണ്ടറി സ്ട്രയേറ്റഡ് മസിൽ ഏതാണ്? ഇൻവോളണ്ടറി വരുമ്പോൾ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? സ്മൂത്ത് മസിലും ഉണ്ട്, കാർഡിയാക് മസിലും ഉണ്ട്. അവിടെ ചോദിച്ചിട്ടുണ്ട് സ്ട്രയേറ്റഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് വൈറ്റ് ബാൻഡ്സ് കാണപ്പെടുന്ന ഏതിനാണ്? കാർഡിയാക് മസിലിനാണ്. അപ്പോൾ ഇൻവോളണ്ടറി സ്ട്രയേറ്റഡ് കാർഡിയാക് മസിലാണ്. ഇൻവോളണ്ടറി അൺസ്ട്രയേറ്റഡ് ഏതിനാണ്? സ്മൂത്ത് മസിൽ. അപ്പൊ ഇൻവോളണ്ടറി സ്ട്രയേറ്റഡ് കാർഡിയാക് മസിലിനാണ്. ഇൻവോളണ്ടറി അൺസ്ട്രയേറ്റഡ് ആർക്കാണ്? സ്മൂത്ത് മസിലിന് ആണ്. ഇനി വോളണ്ടറി സ്ട്രയേറ്റഡ് ചോദിച്ചാൽ ആരാണ്? സ്കെൽട്ടൺ മസിൽ. വോളണ്ടറി സ്ട്രയേറ്റഡ് ആർക്കാണ്? സ്കെൽട്ടൺ മസിലിനാണ്. അപ്പൊ സ്റ്റഡി ഓഫ് മസിൽ എന്താണ്? മയോളജി. എത്ര മസിലുണ്ട് മനുഷ്യ ശരീരത്തിൽ? 639 മസിലുണ്ട്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ ഏതാണ്? സാർക്കോമീർ ആണ്. പിഗ്മെന്റ് പ്രസന്റ് ഇൻ മസിൽ ഏതാണ്? മയോഗ്ലോബിൻ ആണ്. പ്രോട്ടീൻ പ്രസന്റ് ഇൻ മസിൽ ഏതൊക്കെയാണ്? ആക്ടിനും മയോസിനും ആണ്. എലമെന്റ് പ്രസന്റ് ഇൻ മയോഗ്ലോബിൻ ആണ് അയൺ. ലാർജസ്റ്റ് മസിൽ ഗ്ലൂട്ടസ് മാക്സിമസ്. സ്മോളസ്റ്റ് മസിൽ സ്റ്റേപ്പിഡിയസ്. ലോങ്സ്റ്റ് മസിൽ സാർട്ടോറിയസ്. ഹാർഡസ്റ്റ് മസിൽ ഏതാണ്? മസറ്റ്. ഇനി 3 ടൈപ്പ് മസിൽ ഉണ്ടെന്ന് പറഞ്ഞു. സ്കെൽട്ടൺ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. സ്കെൽട്ടൺ മസിൽ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലാണ് സ്കെൽട്ടൺ മസിൽ. എക്സാമ്പിൾ ബൈസെപ്സും ട്രൈസെപ്സും. അതെന്താണ്? ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് വൈറ്റ് ബാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രയേറ്റഡ് എന്ന് പറയും. ഇത് വോളണ്ടറി മസിലാണ്. നമ്മുടെ വില്ലിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റും. അടുത്ത സ്മൂത്ത് മസിൽ കാണപ്പെടുന്നത് ഇൻഡസ്റ്റിലും ബ്ലഡ് വെസൽസിലും ആണ്.
ഇത് ഇൻവോളണ്ടറി ആണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഡാർക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും വൈറ്റ് ബാൻഡ്സും ഇല്ല. അത് അപ്പോൾ ഇൻവോളണ്ടറി അൺസ്ട്രേറ്റഡ് മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്മൂത്ത് മസിലാണ്. ഇങ്ങനെ ചോദിക്കാറുണ്ട്. വിച്ച് among the following muscle is unstriated and involuntary? ഇൻവോളണ്ടറി അൺസ്ട്രേറ്റഡ് മസിൽ ഏതാണെന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻ തരും. സ്കെൽട്ടൺ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി, ഇങ്ങനെ തരും. അപ്പോൾ മിക്കവാറും ഈ മൂന്നാണ് തരുന്നതെങ്കിൽ ബോത്ത് ബി ആൻഡ് സി എന്നായിരിക്കും ഒരു ഓപ്ഷൻ തരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇൻവോളണ്ടറി അൺസ്ട്രേറ്റഡ് ചോദിച്ചാൽ സ്മൂത്ത് മസിലും, ഇൻവോളണ്ടറി സ്ട്രേറ്റഡ് മസിൽ ചോദിച്ചാൽ ഏതാണ്? കാർഡിയാക് മസിലും ആണ്. ഓക്കെ, അടുത്ത് നമ്മുടെ ഈ മസിലിന്റെ ആക്ടിവിറ്റീസ്, മസ്കുലാർ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണ് ഇലക്ട്രോമയോഗ്രാഫ്. ഇലക്ട്രോമയോഗ്രാഫ് എന്താണ്? ടു റെക്കോർഡ് മസ്കുലാർ ആക്ടിവിറ്റീസ്. മസ്കുലാർ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്ന ഉപകരണത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോമയോഗ്രാഫ്. അപ്പോൾ ഇലക്ട്രോമയോഗ്രാഫ് റെക്കോർഡ്സ് ദ മസ്കുലാർ ആക്ടിവിറ്റീസ്. മസ്കുലാർ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോമയോഗ്രാഫ് ആണ് മസ്കുലാർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോമയോഗ്രാഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മസ്കുലാർ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രോമയോഗ്രാഫ്. ഇലക്ട്രോമയോഗ്രാഫ് യൂസ്ഡ് ടു റെക്കോർഡ് മസ്കുലാർ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രോമയോഗ്രാഫി. ഇത് സ്ഥിരം ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മസ്കുലാർ ഫെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിലിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ മസിൽ യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ മസിലിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ബാധിക്കും, മസിൽ തളർന്നു പോകും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് മസ്കുലർ ഫാറ്റിഗ് എന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മസിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മസിലിന് യൂസ് വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നീട് മസിൽ എന്ത് ചെയ്യാൻ അങ്ങനെയൊക്കെ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഇന്നബിലിറ്റി ഓഫ് എ മസിൽ ടു ഡീജനറേറ്റ് ഫോഴ്സ് ആണ് ഏതാ? മസ്കുലാർ ഫാറ്റിഗ് എന്ന് പറയുന്നത്. ഈ മസ്കുലാർ ഫാറ്റിഗ് ഉണ്ടാകാൻ കാരണമായ കെമിക്കലാണ് ലാക്റ്റിക് ആസിഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓക്സിജൻ എന്ത് ചെയ്യും? കുറയും. ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് ലാക്റ്റിക് ആസിഡ് അവിടെ അടിഞ്ഞുകൂടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മസ്കുലർ ഫാറ്റിഗ് ഉണ്ടാകുന്നത്. ഇന്നബിലിറ്റി ഓഫ് എ മസിൽ ടു ജനറേറ്റ് ഫോഴ്സ് ആണ് ഏതാ? മസ്കുലർ ഫാറ്റിഗ്. അപ്പൊ കെമിക്കൽ റെസ്പോൺസിബിൾ ഫോർ മസ്കുലർ ഫാറ്റിഗ് ആണ് ലാക്റ്റിക് ആസിഡ്. അപ്പൊ ഇലക്ട്രോമയോഗ്രാഫ് എന്തിനു യൂസ് ചെയ്യുന്നു? ടു റെക്കോർഡ് മസ്കുലർ ആക്ടിവിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോമയോഗ്രാഫ് യൂസ് ചെയ്യുന്നത്. മസ്കുലർ ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് സമയം മസിലിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നീട് എന്ത് ചെയ്യാം? മസിലിൽ കുറച്ച് തളർന്നു പോകും. അപ്പോൾ അതിന് കാരണം ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ ഇന്നബിലിറ്റി ഓഫ് എ മസിൽ ടു ജനറേറ്റ് ഫോഴ്സ് ആണ് ഏതാ? മസ്കുലർ ഫാറ്റിഗ്. അതിന് റെസ്പോൺസിബിൾ ആയ കെമിക്കൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പോൾ മസിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. ആ സമയത്ത് ലാക്റ്റിക് ആസിഡ് അവിടെ അടിഞ്ഞുകൂടും. പിന്നെ എന്ത് ചെയ്യും? മസിലിന് നടക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. അതാണ് എന്താ? മസ്കുലർ ഫാറ്റിഗ്. അതുപോലെ ഒരു ടൈമാണ് റിഗർ മോർട്ടിസ് എന്ന് വെച്ചാൽ എന്താ? റിഗർ മോർട്ടിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മരിച്ചുപോയി കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ മസിലൊക്കെ സ്റ്റിഫായിരിക്കും. മരിച്ചുപോയ ആൾക്കാർ ഡെഡ് ബോഡീസിന്റെ മസിലൊക്കെ ഇങ്ങനെ സ്റ്റിഫായിരിക്കും. എങ്ങനെയാണ് മരിക്കുന്നത്? പിന്നെ കൈക്ക് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ മരിക്കുമ്പോൾ ഇങ്ങനെയാണ് കൈ ഇരിക്കുന്നതെങ്കിൽ പിന്നെ തിരിച്ചിങ്ങോട്ടൊന്ന് ആക്കാനൊക്കെ വലിയ പാടായിരിക്കും. മസിൽ അവിടെ തന്നെ സ്റ്റിഫായിരിക്കും. അപ്പോൾ മരിക്കുന്ന സമയത്ത് മസിൽ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഹാർഡ് ആൻഡ് സ്റ്റിഫായിരിക്കുന്ന പറയുന്ന പേരാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തെറ്റിപ്പോകരുത്. മസ്കുലർ ഫാറ്റിക് എന്താ? ഇന്നബിലിറ്റി ഓഫ് എ മസിൽ ടു ജനറേറ്റ് ഫോഴ്സ് ആണ് മസ്കുലർ ഫാറ്റിക്. റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് മരിച്ചു പോകുന്ന സമയത്ത് മരിച്ചു പോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡെഡ് ബോഡീസ് ഒക്കെ സ്റ്റിഫായി പോകും. ബോഡി പാർട്സ് ഒക്കെ സ്റ്റിഫായി പോകും. ബോഡിയിലെ മസിൽസ് ഒക്കെ സ്റ്റിഫായി പോകും. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഏതാ? റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ടെൻഡൺ, ലിഗ്മെന്റ്സ് മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. മസിൽ ഒരുപാട് തവണ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് ടേമും കൂടെ തെറ്റാതിരുന്നാൽ മതി. കണക്ട് മസിൽ ആൻഡ് ബോൺ. മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏതാണ്? ടെൻഡൻ ആണ്. മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ടെൻഡൻ ആണ്. ലിഗ്മെന്റ്സ് ആണെങ്കിൽ കണക്ട്സ് ബോൺ ടു ബോൺ. അപ്പോൾ നേരത്തെ നമ്മൾ BBL
LBB ഇങ്ങനെ ഓർത്താൽ മതി. ബോണിനെയും കണക്ട് ചെയ്യുന്നത് ലിഗ്മെന്റ്സ് ആണ്. ബോണിനെയും കണക്ട് ചെയ്യുന്നത് ടെൻഡൻ ആണ്. മസിലിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്നത് ടെൻഡൻ. ലിഗ്മെന്റ്സ് ആണെങ്കിൽ ബോൺ ടു ബോണിനെ കണക്ട് ചെയ്യുന്നത് ലിഗ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം മസിലിനെ പറ്റി. മസിലിന്റെ സ്റ്റഡിയെ പറയുന്ന പേര് മയോളജി. എത്ര മസിലുണ്ട്? 639 മസിലുണ്ട്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിലാണ് സാർക്കോമീർ. പിഗ്മെന്റ് പ്രസന്റ് ഇൻ മസിലാണ് മയോഗ്ലോബിൻ. പ്രോട്ടീൻ പ്രസന്റ് ഇൻ മസിലാണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. എലമെന്റ് പ്രസന്റ് ഇൻ മയോഗ്ലോബിൻ ആണ് അയൺ ആണ്. ലാർജസ്റ്റ് മസിൽ ഗ്ലൂട്ടസ് മാക്സിമസ്. സ്മോളസ്റ്റ് മസിൽ സ്റ്റേപ്പിഡിയസ്. ലോങ്സ്റ്റ് മസിലാണ് സാർട്ടോറിയസ്. ഹാർഡസ്റ്റ് മസിൽ മസറ്റർ. ഏതാണ്? മസറ്റർ. 3 ടൈപ്പ് മസിലുണ്ട്. സ്കെൽറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലാണ്. അതിന് എക്സാമ്പിൾ ആണ് കൈയിലെയും കാലിലെയും മസിൽ, ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്. ഇതിൽ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് വൈറ്റ് ബാൻഡ്സ് കാണും, അതുകൊണ്ട് അതിനെ സ്ട്രേറ്റഡ് മസിൽ എന്ന് പറയുന്നു. ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് വോളണ്ടറി ആണ്. അടുത്തത് സ്മൂത്ത് മസിൽസ് ആണ്. നമ്മുടെ ബോഡിയിലെ സ്മൂത്ത് പാർട്സ് ആയ ഇൻറ്റെസ്റ്റിനിലും ബ്ലഡ് വെസൽസിലൊക്കെ കാണുന്ന മസിലാണ് സ്മൂത്ത് മസിൽ. അതിൽ ഡാർക്ക് ആൻഡ് വൈറ്റ് ബാൻഡ്സ് ഇല്ല, അതുകൊണ്ട് അതിനെ അൺസ്ട്രേറ്റഡ് മസിൽ എന്ന് പറയുന്നു. അത് ഇൻവോളണ്ടറി ആണ്. അടുത്ത കാർഡിയാക് മസിൽ ഹാർട്ടിൽ കാണപ്പെടുന്ന മസിലാണ്. ഇതിലും ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് വൈറ്റ് ബാൻഡ്സ് ഉണ്ട്, അതിനെ സ്ട്രേറ്റഡ് എന്ന് പറയും. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചോദിക്കാറുണ്ട്. വോളണ്ടറി സ്ട്രേറ്റഡ് ആണ് സ്കെൽട്ടൻ മസിൽ. ഇൻവോളണ്ടറി അൺസ്ട്രേറ്റഡ് സ്മൂത്ത് മസിലാണ്. ഇൻവോളണ്ടറി സ്ട്രേറ്റഡ് കാർഡിയാക് മസിൽ. പിന്നെ പറഞ്ഞത് എന്താ? റിഗർ മോർട്ടിസ്. നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് മസിലൊക്കെ ഹാർഡ് ആൻഡ് സ്റ്റിഫായി പോകും, അതിനെന്താ പറയുന്നത്? റിഗർ മോർട്ടിസ് എന്ന് പറയും. മസ്കുലർ ഫറ്റീഗ് എന്ന് വെച്ചാൽ എന്താ? മസ്കുലർ ഫറ്റീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മസിൽസിന്റെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി പിന്നെ എന്ത് ചെയ്യും? മസിൽ പ്രവർത്തിക്കാതെ, അതിനെയാണ് എന്ത് പറയുന്നത്? മസ്കുലർ ഫറ്റീഗ് എന്ന് പറയുന്നത്. മസ്കുലർ ഫറ്റീഗ് റെസ്പോൺസിബിൾ ആയ കെമിക്കലാണ് ലാക്റ്റിക് ആസിഡ്. ഇനി ടെൻഡൻ കണക്ട്സ് ബോൺ ടു ബോൺ. ടെൻഡൻ കണക്ട്സ് മസിൽ ടു ബോൺ. മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ടെൻഡൻ ആണ്. ലിഗ്മെന്റ്സ് കണക്ട് ബോൺ ടു ബോൺ. ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ലിഗ്മെന്റ്സ് ആണ്. അടുത്ത മസിൽസിലെ റെസ്റ്റ്ലെസ് മസിൽ എന്നറിയപ്പെടുന്നത് കാർഡിയാക് മസിലാണ്. റെസ്റ്റ്ലെസ് മസിൽ ഏതാണ്? കാർഡിയാക് മസിലാണ്. എന്നാൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി വർക്കിംഗ് മസിൽ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം വർക്ക് ചെയ്യുന്ന മസിലാണ് ഏതാ? നമ്മുടെ ഐയിലുള്ള സീലിയറി മസിലാണ് ഏറ്റവും കൂടുതൽ തവണ എന്ത് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന മസിൽ. അടുത്ത് പറയുന്നത് ഓർഗൻ വിത്തൗട്ട് മസിൽ. മസിലില്ലാത്ത ഓർഗനാണ് ഏതാ? ലങ്സ്. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്തേക്കുക. റെസ്റ്റ്ലെസ് മസിൽ ഏതാണ്? കാർഡിയാക് മസിൽ. മോസ്റ്റ് ഫ്രീക്വന്റ്ലി മസിൽ സീലിയറി മസിൽ, അല്ലെങ്കിൽ ഐയിലുള്ള മസിൽ, ഐയിലെ മസിലാണ്. ഓർഗൻ വിത്തൗട്ട് മസിൽ ഏതാണ്? ലങ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മസിൽ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക.